ഭാരതാംബ ചിത്രവിവാദത്തിൽ ഗവർണറെ കടന്നാക്രമിച്ച് മന്ത്രി വി ശിവൻകുട്ടി പ്രോട്ടോകോൾ ലംഘിച്ചെന്ന രാജ്ഭവന്റെ വാദം തെറ്റ്. ഗവർണർ RSSകാരനായാൽ അതേ രീതിയിൽ മറുപടി നൽകും. ഭാരതാംബയുടെ ചിത്രം രാജ്ഭവനിൽ വെക്കേണ്ട ആവശ്യമില്ല. ഭാരതാംബ ചിത്രം വെച്ച് മുന്നോട്ട് പോയാൽ കേരളം ഒന്നായി എതിർക്കും. മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ വെടിവെക്കുന്ന രാഷ്ട്രീയം കേരളത്തിൽ അനുവദിക്കില്ലെന്നും വി ശിവൻകുട്ടി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഇന്നലെ ഞാനൊരു പ്രോട്ടോക്കോൾ ലംഘനം നടത്തിയിട്ടില്ല. പ്രോട്ടോക്കോൾ ലംഘനം നടത്തിയിരിക്കുന്നതും ഭരണഘടനാ വിരുദ്ധമായ നടപടി സ്വീകരിച്ചിട്ടുള്ളതും ബഹുമാനപ്പെട്ട ഗവർണറാണ്. അദ്ദേഹം ഒരു വനിത ഒരു കാവിക്കൊടി പിടിച്ച ഒരു ഫോട്ടോ കൊണ്ടുവച്ച് ഔദ്യോഗിക ചടങ്ങിൽ പുഷ്പാർച്ചന നടത്തി ദീപം കത്തിച്ച് ഒരു ചടങ്ങ് നടത്താൻ വേണ്ടി അദ്ദേഹത്തിന് എവിടുന്നാണ് ഈ ഉപദേശം കിട്ടിയത്? ഏത് ഭരണഘടനയിലാണ് പറയുന്നത്? ഏത് പ്രോട്ടോക്കോളിലാണ് ഇത് പറയുന്നത്? ഇത് രാജ്ഭവനാണ്. ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആസ്ഥാനമല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു കാരണവശാൽ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഇന്നലെ തന്നെ പ്രതിഷേധത്തിൽ പറഞ്ഞിട്ടുണ്ട്. RSSൻ്റെ ഒരു താവളമായി നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ രാജ്ഭവൻ മാറിയിരിക്കുന്നു എന്നുള്ള വിവരം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. RSSൻ്റെ പേര് പറഞ്ഞെന്നും ഗവർണർ ഞങ്ങളെ വിഷയപ്പെടുത്താനും വെട്ടാനൊന്നും വരണ്ട. അത് നടക്കുന്ന പ്രശ്നമേ ഇല്ല. ഗവർണർ എന്നുള്ള നിലയിലുള്ള ഉത്തരവാദിത്തം വഹിച്ചാൽ അതിന് അങ്ങേയറ്റത്തെ ബഹുമാനം കൊടുക്കും. ഞങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കും. RSS നേതാവ് എന്നുള്ള നിലയിലുള്ള പെരുമാറ്റം ഉണ്ടായാൽ തിരിച്ചും അതേ രൂപത്തിലുള്ള പെരുമാറ്റം തന്നെ ഉണ്ടാവും. രാജ്ഭവൻ പരിപാടികളിൽ മന്ത്രിമാർ പങ്കെടുക്കണോ എന്നതിൽ സർക്കാർ ആലോചന. ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് SFI രാജ്ഭവനിലേക്ക് ഇന്ന് മാർച്ച് നടത്തും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചന്തു ചന്ദ്രശേഖറാണ് നമുക്കൊപ്പം ചേരുന്നത്. ചന്തു, നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് സർക്കാർ കടക്കുകയാണ്. ആരിഫ് മുഹമ്മദ് ഖാന് ശേഷം ഈ ഗവർണറുമായി നേരിട്ടൊരു ഏറ്റുമുട്ടലിന് സർക്കാരുമായി ഏറ്റുമുട്ടാൻ രാജേന്ദ്ര ആർലേക്കറോ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് കടക്കുന്നു എന്ന് ശിവൻകുട്ടി പറയുമ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹം കൂടുതലായി പറഞ്ഞു വെച്ചത്? ഇതിൽ വളരെ കൃത്യമായ നിലപാടാണ് മന്ത്രി വി ശിവൻകുട്ടി ന്യൂസ് മലയാളത്തോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് അദ്ദേഹം പ്രോട്ടോകോൾ ലംഘനം നടത്തിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഗവർണറാണ് പ്രോട്ടോകോൾ ലംഘനം നടത്തിയിരിക്കുന്നത്. ഭാരതാംബയുടെ എന്ന് പറഞ്ഞൊരു ചിത്രം ചടങ്ങിൽ വയ്ക്കുന്നു. അത് ഭരണഘടനാപരമായി നിലനിൽക്കുന്ന ചിത്രമല്ല. ഏതോ ഒരു വനിതയുടെ ഫോട്ടോയും ആ വനിതയുടെ കയ്യിൽ കൊടിയും കൊടുത്തുള്ള ഒരു രൂപമാണ് അവിടെ വച്ചിരിക്കുന്നതെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദിവസം ആവർത്തിച്ച അതേ നിലപാട് തന്നെ അദ്ദേഹം വീണ്ടും ആവർത്തിക്കുന്നു. ഗവർണറുടെ ഇതാണ് അങ്ങനെ നോക്കുമ്പോൾ പ്രോട്ടോകോൾ ലംഘനം. തുടർന്നും ഇതാണ് ഗവർണറുടെ നടപടിയെങ്കിൽ ഏത് രീതിയിൽ മുന്നോട്ട് പോകണമെന്ന കാര്യം സർക്കാർ ആലോചിക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കുന്നു. മാത്രമല്ല, ഗവർണർ ഈ രാജ്യത്തല്ലേ ജീവിക്കുന്നതും അതേ തരത്തിൽ ഊന്നി വേണം ഗവർണറും രാജ്ഭവനും ഒക്കെ പ്രവർത്തിക്കാൻ. അത്തരത്തിലാണോ ഗവർണർ പ്രവർത്തിക്കുന്നതെന്ന ചോദ്യവും മന്ത്രി വി ശിവൻകുട്ടി ഉന്നയിക്കുന്നുണ്ട്. RSS പ്രചാരക വേലയല്ല ഗവർണർ ചെയ്യേണ്ടത്. ഇങ്ങനെയേ ചടങ്ങ്, അതായത് ഭാരതാംബയുടെ ഈ ചിത്രം വച്ച് ഇങ്ങനെ ചടങ്ങ് രാജ്ഭവനിൽ നടത്തൂ എന്ന് തീരുമാനിച്ചാൽ അതിൽ ജനാധിപത്യ വിശ്വാസികളും രാഷ്ട്രീയ പാർട്ടികളും എങ്ങനെ ഇതിനെ സ്വീകരിക്കണമെന്ന കാര്യത്തിൽ ആലോചിക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കുന്നുണ്ട്. മഹാത്മാഗാന്ധിയുടെ പ്രതിമയെ വെടിവെക്കുന്ന രാഷ്ട്രീയമാണ് ഗവർണറുടെ മനസ്സിൽ കിടക്കുന്നതെന്ന കടുത്ത വിമർശനം കൂടി മന്ത്രി വി ശിവൻകുട്ടി ഉന്നയിക്കുന്നു. മാന്യമായി പെരുമാറുമ്പോഴും ഗവർണറുടെ മനസ്സിൽ അജണ്ടയുണ്ടായിരുന്നു. അതായത് ബിനിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരിഫ് ഖാനെ അപേക്ഷിച്ച് ആദ്യഘട്ടത്തിൽ സർക്കാരുമായി വളരെ രമ്യതയിൽ വളരെ അടുത്ത് ഇടപഴകുന്ന സമീപനമായിരുന്നു ആർലേക്കറുടേത്. പക്ഷേ അത് മാന്യമായി പെരുമാറുമ്പോഴും ഒരു അജണ്ട വെച്ച് തന്നെയാണ് ഗവർണർ പെരുമാറിയിരുന്നതെന്നാണ് അടിവരയിട്ട് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കുന്നത്. RSSൻ്റെ താവളമാക്കാൻ രാജ്ഭവനെ RSSൻ്റെ താവളമാക്കാൻ ശ്രമിക്കുകയാണ്. RSS പ്രചാരക വേലയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ RSS സൈദ്ധാന്തികനായ ഗുരുമൂർത്തിയേക്ക് കൊണ്ടുവന്ന് പ്രഭാഷണം സംഘടിപ്പിച്ച കാര്യമൊക്കെയാണ് ഇതിലൂടെ മന്ത്രി വി ശിവൻകുട്ടി എടുത്തു പറയുന്നത്. RSSനെ ധീരമായി നേരിട്ട് തന്നെയാണ് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് RSSൻ്റെ പേര് പറഞ്ഞ് ഇത്തരത്തിൽ RSSൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ ആ തരത്തിൽ തന്നെ അതിനെ നേരിടുമെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കുന്നു. ഗവർണറായി പ്രവർത്തിക്കുകയാണെങ്കിൽ ആ തരത്തിൽ തന്നെ ബഹുമാനമുണ്ടാകും. മറിച്ച് ഒരു RSS നേതാവാകാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ രീതിയിൽ തന്നെ തിരിച്ചും മറുപടി നൽകുമെന്ന കൃത്യമായ ഒരു നിലപാട് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കുന്നു. അതായത് ഇനിയും രാജ്ഭവനിൽ ഭാരതാംബയുടെ ഈ ചിത്രം വച്ചുള്ള പരിപാടികളാണ് നടത്തുന്നതെങ്കിൽ അതിൽ ആ തരത്തിൽ തന്നെ കൃത്യമായി മറുപടി നൽകാനുള്ള തീരുമാനമാണ് സർക്കാർ തലത്തിൽ ഉണ്ടായിരിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് മന്ത്രി വി ശിവൻകുട്ടി ഈ നിലപാട് ആവർത്തിക്കുന്നത്. നേരത്തെ കൃഷി മന്ത്രിയും ഈ കാര്യത്തിൽ വളരെ കൃത്യമായി തന്നെ വ്യക്തത വരുത്തിയിരുന്നു. കാരണം ഭരണഘടനാപരമല്ലാത്ത ഇത്തരം ചിത്രങ്ങളും ശില്പങ്ങളും അത്
സർക്കാരിന്റെ പരിപാടികളിൽ വെക്കേണ്ട കാര്യമില്ല എന്ന നിലപാട് ആദ്യഘട്ടം മുതൽ തന്നെ സർക്കാർ ചന്ദ്രു, ഇതൊരു പ്രധാനപ്പെട്ട ഘട്ടമാണല്ലോ സർക്കാരിനെ സംബന്ധിച്ച്. സർക്കാരിന്റെ 4ാമത്തെ വർഷമാണിത്. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാമത്തെ വർഷമാണ്. ഇനി കഷ്ടി 1 കൊല്ലം മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബാക്കി നിൽക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചില ബില്ലുകൾ ഇതിനോടകം തന്നെ രാജ്ഭവന്റെ മേശപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. സ്വകാര്യ സർവകലാശാല ബിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഗവർണർ തീരുമാനമെടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഒപ്പിട്ടിട്ടില്ല. സർവകലാശാല ഭേദഗതി ബില്ലാണെങ്കിൽ ഗവർണർക്ക് അതിൽ നീരസമുണ്ട് എന്നുള്ള കാര്യവും വ്യക്തമായിരുന്നു. അവരുടെ രാഷ്ട്രീയ നിലപാടിന് വ്യത്യസ്തമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ എതിർക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് ഇനി അങ്ങോട്ട് കൈപ്പേറിയ ദിവസങ്ങളായിരിക്കും. സർക്കാരിൻ്റെ ഈ വിധത്തിലുള്ള നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഏറ്റുമുട്ടലുകളിലേക്ക് പോകും. രാജ്ഭവനെ സംബന്ധിച്ചും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നിലപാട് ആ വിധത്തിൽ തന്നെയാകാനാണ് സാധ്യത. കാരണം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ എന്തായിരിക്കും ഇനി നിലപാട് എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ നേരത്തെ കണ്ടതുപോലെ ഒരു പ്രതിസന്ധി ഭരണതലത്തിൽ നിയമനിർമ്മാണത്തിൽ ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യത ഉരുത്തിരിയുന്നുണ്ട് അല്ലേ ചന്തു? വിരലി സൂചിപ്പിച്ചതുപോലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടും ഈ സ്വകാര്യ സർവകലാശാലയുമായി ബന്ധപ്പെട്ടുമൊക്കെ ബില്ലുകൾ ഗവർണറുടെ പരിഗണനയിലുണ്ട്. നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ്. അക്കാര്യത്തിൽ തീരുമാനങ്ങൾ വൈകുന്ന ഒരു സാഹചര്യവുമുണ്ട്. പക്ഷേ അതിനെയൊക്കെ ഈ ഒരു തീരുമാനമാണ്, അല്ലെങ്കിൽ ഈ ഒരു നടപടിയിലൂടെയാണ് ഗവർണർ മുന്നോട്ട് പോകുന്നതെങ്കിൽ നിയമപരമായി നേരിടുക എന്ന ഒരു സമീപനമായിരിക്കും സർക്കാർ സ്വീകരിക്കുക. ഇനി വളരെ കുറച്ച് മാസങ്ങൾ മാത്രമാണ്, 8 മാസം മാത്രമാണ് സർക്കാരിൻ്റെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ഗവർണറെ ഇത്തരത്തിലൊരു രാഷ്ട്രീയപരമായുള്ള പെരുമാറ്റം, അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഗവർണർ എങ്ങനെയാണോ പെരുമാറുന്നത് ആ തരത്തിൽ കേരളത്തിലും അതേ സമാന സ്ഥിതി, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ആയുധമാകാനുള്ള ശ്രമം നടത്തുന്നു എന്ന തരത്തിലേക്ക് നേരത്തെ തന്നെ കേസുകളുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു നിയമപരമായ രീതിയിൽ മുന്നോട്ട് പോകാനായിരിക്കും സ്വാഭാവികമായും സർക്കാർ ശ്രമിക്കുക. നേരത്തെ മന്ത്രി വി ശിവൻകുട്ടിയും അത് തന്നെയാണ് കൃത്യമായി സൂചിപ്പിച്ചത്. ആർട്ടിക്കിൾ 164 അനുസരിച്ച് വേണം ഗവർണർ പ്രവർത്തിക്കേണ്ടത്. ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും അടക്കം വിധികളുണ്ട്. ഗവർണർ എങ്ങനെ പ്രവർത്തിക്കണം സംസ്ഥാന സർക്കാരിന് കൂടി അനുസരിച്ച്, അതായത് ആ കാര്യങ്ങൾ കൂടി പരിഗണിച്ച് ഒരു തീരുമാനം വേണം എടുക്കേണ്ടത് എന്ന ഒരു വിധി സുപ്രീം കോടതിയുടെ വരെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് നിയമപരമായി ഈ ബില്ലുകൾ അധിക കാലം തടഞ്ഞു വയ്ക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സർക്കാരിൻ്റെ തീരുമാനങ്ങൾക്ക് ഒരു കടുംവെട്ട് നടത്താനുള്ള ശ്രമം ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയോ ചെയ്താൽ അതിനെ നിയമപരമായി നേരിടാനുള്ള ഒരു ശ്രമമായിരിക്കും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുക. മറിച്ച് നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ സ്വീകരിച്ച ഒരു ശൈലിയല്ല ഇപ്പോൾ ഒരു ആക്രമണം അല്ലെങ്കിൽ ഒരു തർക്കം ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോഴും ഈ ആർലേക്കർ സ്വീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സമീപനം മറ്റൊരു തരത്തിലാണ്. അത് രാഷ്ട്രീയപരമായി കൂടി കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് ഇതിന് പിന്നിൽ, അല്ലെങ്കിൽ ഒരു അജണ്ടയുണ്ട് എന്ന കാര്യം കൂടി മന്ത്രി വി ശിവൻകുട്ടി ഇവിടെ വ്യക്തമാക്കുന്നു. നേരത്തെ തന്നെ മുൻകൂട്ടി അജണ്ട സെറ്റ് ചെയ്തു വന്നു എന്ന തരത്തിലൊരു കാര്യമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരും. അപ്പോൾ സ്വാഭാവികമായും ഇത് ഇനി വീണ്ടും ഒരു നിയമ നടപടികളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയായിരിക്കും തെളിഞ്ഞു വരിക. ഗവർണർ ആ ഒരു സമീപനത്തിൽ വിട്ടുവീഴ്ച വരുത്താതിരിക്കുക, അല്ലെങ്കിൽ ബിനോയ് വിശ്വത്തിന്റെ ഒരു പ്രതികരണം കൂടി വരികയാണ്. ഗവർണറുമായി സംഘർഷത്തിനില്ല എന്നുള്ളതാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇതേ സമയത്ത് പ്രതികരിക്കുന്നത്. ആർലേക്കറെ നയിക്കുന്നത് പൂർവാശ്രമത്തിലെ വിചാരധാരയാണോ എന്ന് വ്യക്തമാക്കണം. അതായത് അദ്ദേഹത്തിന്റെ RSS ബന്ധത്തെ പരിഹസിക്കുകയാണ്. ഭരണഘടനയാണോ വിചാരധാരയാണോ ഗവർണർ നയിക്കുന്നത്? ദേശീയ ബിംബങ്ങളെക്കുറിച്ചും പ്രതീകങ്ങളെക്കുറിച്ചും ഭരണഘടനയിൽ പറഞ്ഞ കാര്യങ്ങൾ ഗവർണർ മനസ്സിലാക്കണം, അതനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി പറയുകയാണ്. നമുക്കറിയാവുന്നതുപോലെ CPIയുടെ മന്ത്രിയായിരുന്ന P. പ്രസാദാണ് നേരിട്ട് ആദ്യമായി ഗവർണറുമായി ഏറ്റുമുട്ടലിലേക്ക് പോയത്. ഭാരതാംബ ചിത്ര വിവാദത്തിന് തുടക്കമിട്ടത് അന്ന് പരിസ്ഥിതി ദിനത്തിലെ സംഭവമാണ്. ഇന്നിപ്പോൾ പരിസ്ഥിതി ദിനത്തിലെ സംഭവം വീണ്ടും ഒരു വായനാ ദിനത്തിലേക്ക് എത്തിയപ്പോൾ കൂടുതൽ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് ചന്തു നമ്മൾ കണ്ടത്. അപ്പോൾ ഗവർണറുമായി ഏറ്റുമുട്ടേണ്ടതില്ല എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട്. പക്ഷേ ഏറ്റുമുട്ടാതെ വിടില്ല എന്ന ഉറച്ച നിലപാടാണ് രാജ്ഭവൻ സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ച് അന്ന് P. പ്രസാദിന്റെ നടപടിക്കെതിരെ രാജ്ഭവനിലെ ഉദ്യോഗസ്ഥനെ കൊണ്ട് ഇംഗ്ലീഷ് ദിനപത്രത്തിൽ ഉൾപ്പെടെ കുറിപ്പുകൾ ഉണ്ടായിരുന്നു. ഭാരതാംബയെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. സർക്കാർ പരിപാടികളിൽ അത് വെക്കേണ്ടതില്ല, രാജ്ഭവന്റെ പരിപാടികളിൽ നടത്തിക്കോട്ടെ എന്നൊരു ഒരു ലൂസായ നിലപാട് സർക്കാർ ഒരു ഘട്ടത്തിൽ സ്വീകരിച്ചെങ്കിൽ പോലും ഇതിങ്ങനെ മന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന പരിപാടികളിൽ ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ അതിനെ എതിർക്കാതെ മുന്നോട്ട് പോകാനാകില്ലല്ലോ. അപ്പോൾ ഇടതുപക്ഷം പോരാടാൻ ഉറച്ചു തന്നെ നിൽക്കുമ്പോൾ ഇനി രാജ്ഭവന്റെ നീക്കങ്ങൾ എന്തായിരിക്കും എന്നുള്ളതും പ്രധാനപ്പെട്ടതല്ലേ ചന്തു?
തീർച്ചയായിട്ടും ബിനിലി സൂചിപ്പിച്ചതുപോലെ തന്നെ പരിസ്ഥിതി ദിനത്തിൽ ഉണ്ടായിരുന്നത് വായനാ ദിനത്തിലേക്ക് എത്തുമ്പോൾ രാജ്ഭവനും സർക്കാരും തമ്മിലുള്ള തർക്കം രൂക്ഷമായി മാറുന്നു. നാളെ അത് യോഗാ ദിനത്തിലേക്ക് എത്തുമ്പോൾ അത് കൂടുതൽ രൂക്ഷമാകുമോ എന്ന് നോക്കിക്കാണേണ്ടതുണ്ട്. കാരണം നാളെ യോഗാ ദിനവുമായി ബന്ധപ്പെട്ട് രാജ്ഭവനിൽ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ മന്ത്രി GR അനിലാണ് പങ്കെടുക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏത് തരത്തിലാകും നാളത്തെ പരിപാടിയിൽ മന്ത്രി പങ്കെടുക്കുമോ, അതിൽ നിന്ന് വിട്ടുനിൽക്കുമോ, ഗവർണർ ഈ സമീപനം തന്നെ അവിടെ സ്വീകരിക്കുമോ എന്ന കാര്യം നോക്കിക്കാണേണ്ടത്. അപ്പോൾ ഇത് കൂടുതൽ കലുഷിതമാകാനുള്ള സാഹചര്യം സ്വാഭാവികമായും മുന്നിൽ കാണുന്നുണ്ട്. രാജ്ഭവൻ അസാധാരണമായ നടപടികൾ ഇതിൽ ആദ്യഘട്ടം മുതൽ സ്വീകരിക്കുന്നുണ്ട്. നേരത്തെ ബിനിൽ സൂചിപ്പിച്ചതുപോലെ പത്രത്തിൽ വാർത്ത നൽകിയതാണെങ്കിലും ഇന്നലെ പ്രോട്ടോകോൾ മന്ത്രി ലംഘിച്ചു എന്ന തരത്തിൽ അസാധാരണമായ വിധം വാർത്താക്കുറിപ്പ് ഇറക്കി മന്ത്രിയെ വിമർശിക്കുന്ന തരത്തിലേക്ക് പോകുന്ന ഒരു അസാധാരണ സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ആദ്യഘട്ടം മുതൽ ഒരു അസാധാരണമായ സ്വഭാവം രാജ്ഭവന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അതിൽ വിട്ടുവീഴ്ച ഇല്ല എന്ന നിലപാട് ഗവർണർ ആവർത്തിക്കുകയും ചെയ്യുന്നു. നേരത്തെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നത് ഭാരതാംബയുടെ പടം വച്ച ആ ഒരു സമീപനം അതിൽ നിന്നും ഗവർണർ പിന്നോട്ട് പോകാമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്നാണ്. അതായത് അദ്ദേഹത്തിന് തെറ്റ് മനസ്സിലായി, അദ്ദേഹം അതിൽ നിന്നും പിന്നോട്ട് പോകുന്നു എന്ന സൂചന സർക്കാരിന് നൽകിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസത്തെ പരിപാടിയിൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ പരിപാടിയിൽ മന്ത്രി വി ശിവൻകുട്ടി പങ്കെടുക്കാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഈ നേരത്തെ നൽകിയിരുന്ന പട്ടികയ്ക്ക് വിപരീതമായി അതിൽ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന കൂടി ഉൾപ്പെടുത്തിയ ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ, ഈ ഒരു വിവാദത്തിനൊക്കെ തുടക്കം വീണ്ടും കുറിച്ചിരിക്കുന്നത്. എന്തായാലും ആ നിലപാടിൽ ഗവർണർ മാറ്റം വരുത്തുമോ എന്ന് നോക്കിക്കാണേണ്ടതുണ്ട്. ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ബിനിൽ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ തർക്കങ്ങളിലേക്ക് സ്വാഭാവികമായും കടക്കും. അതൊരു പക്ഷേ നിയമ നടപടികളിലേക്ക് കൂടി കടക്കാനുള്ള സാഹചര്യമുണ്ട്. എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇതിൽ യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ ഉയർത്തുന്നുണ്ട്. ഇന്ന് SFIയുടെ മാർച്ച് കൂടി രാജ്ഭവനിലേക്കുണ്ട്. അതേസമയം ഗവർണറെ പിന്തുണച്ച് BJPയും ശക്തമായി പ്രതിരോധം തീർക്കാൻ രംഗത്തുണ്ട്. ഓക്കെ, ഗവർണറെ പിന്തുണച്ച് ശക്തമായ പ്രതിരോധം തീർക്കുകയാണ് BJP. ഇതിലിപ്പോൾ സർക്കാർ സംശയിക്കുന്നത്, നേരത്തെ ഗവർണർ സർക്കാരുമായി നേരിട്ടൊരു ഏറ്റുമുട്ടലിന് തയ്യാറല്ലായിരുന്നു. നിർമ്മലാ സീതാരാമനെ മുഖ്യമന്ത്രിക്കൊപ്പം പോയി ഡൽഹിയിൽ കണ്ട് ആ പ്രഭാത വിരുന്നിൽ പങ്കെടുത്ത് ഗവർണർ പറഞ്ഞ വാക്കുകൾ നമ്മുടെ കാതുകളിൽ ഇപ്പോഴും ഉണ്ട്. സർക്കാരുമായി ഏറ്റുമുട്ടലിനല്ല, ഉറച്ച വികസനത്തിന് വേണ്ടി സർക്കാരുമായി യോജിച്ച് പ്രവർത്തിക്കാനാണ് എന്നുള്ളതാണ് RSSകാരനായിരുന്ന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞിരുന്നത്. പക്ഷേ വളരെ വേഗത്തിലൊരു ഷിഫ്റ്റാണ് ഉണ്ടായത്. അത് ഗവർണർ സ്വയം ചെയ്തതല്ല. സർക്കാരുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സർക്കാരുമായി സൗഹൃദത്തിൽ പോകുന്നതിൽ BJPക്കും RSSനും എതിർപ്പുണ്ടായിരുന്നു എന്ന സൂചനകൾ കൂടിയുണ്ട്. അപ്പോൾ ഗവർണർ ഇത് സ്വമേധയാ ചെയ്യുന്നതാണോ എന്ന സംശയം സർക്കാർ വൃത്തങ്ങളും പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. മന്ത്രി വി ശിവൻകുട്ടിയുടെ നിലപാട് ശരിയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. ഭാരതാംബ ആണെങ്കിൽ ത്രിവർണ്ണ പതാക ഏന്തണം, ഈ പ്രവണത പാടില്ലെന്ന് പറഞ്ഞ് ഗവർണർക്ക് കത്ത് നൽകണമെന്നും മുരളീധരൻ പറഞ്ഞു. അല്ല, ഇന്നലെ ശിവൻകുട്ടിയുടെ തീരുമാനത്തിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നന്നായി, അത് തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ മുഖ്യമന്ത്രി ഒരു കാര്യം ചെയ്യണം, ഈ ഒളിച്ചുകളി അവസാനിപ്പിച്ച് ഗവർണർക്ക് ശക്തമായിട്ട് കത്ത് നൽകുക. സംസ്ഥാന സർക്കാരിൻ്റെ ഏത് ചടങ്ങ് രാജ്ഭവനിൽ സംഘടിപ്പിക്കുമ്പോഴും ഈ കാവിക്കൊടി ഏന്തിയ ആ ചിത്രം പാടില്ല എന്ന് കർശനമായിട്ട് പറയണം. ഭാരതാംബയാവണമെങ്കിൽ ത്രിവർണ്ണ പതാകയാണ് പിടിക്കേണ്ടത്. അശോക സ്തംഭമുള്ള ത്രിവർണ്ണ പതാകയാണ് ഭാരതാംബയുടെ സങ്കല്പം. ഇത് RSSൻ്റെ പരിപാടിയിൽ ഉള്ള ചിത്രമാണ്.